ലോക്കോ പൈലറ്റുമാർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഇടവേള നൽകില്ലെന്ന വിചിത്ര ഉത്തരവുമായി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. ഡ്യൂട്ടിയിലുള്ള സമയത്ത് ശുചിമുറിയിൽ പോകാനും അധിക സമയം നൽകില്ല. ക്യാബിനുകളിൽ ക്യാമറ സ്ഥാപിക്കാനും തീരുമാനമുണ്ട്. പ്രധാന ട്രെയിനുകളിൽ ഉണ്ടായിരുന്ന കോ പൈലറ്റുമാരെ പിൻവലിക്കും. ലോക്കോ പൈലറ്റുമാരെ സഹായിക്കാൻ 2 വർഷം പ്രവർത്തന പരിചയമുള്ള അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരെയും നിയമിക്കും. വിവരങ്ങളുമായി റഹീസ് റഷീദുണ്ട്. റഹീസ് റഷീദ്, ഈ ലോക്കോ പൈലറ്റുമാരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തീരുമാനങ്ങൾ എന്തിനാണ്? ഇത് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയല്ലേ ഉള്ളൂ? അരുൺ, അങ്ങനെ തന്നെയാണ്. കാരണം ലോക്കോ പൈലറ്റുമാരുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു അവർക്ക് ഇടവേള നൽകണം. ഭക്ഷണം കഴിക്കുന്നതിനും ടോയ്ലറ്റിൽ പോകുന്നതിനും മറ്റുമുള്ള ഇടവേളകൾ നൽകണമെന്ന്. ഇത് പഠിക്കുന്നതിന് വേണ്ടി റെയിൽവേ മന്ത്രാലയം ഒരു 5 അംഗ സമിതിയെ വെക്കുകയും ചെയ്തു. ആ 5 അംഗ സമിതിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ഇടവേള കൊടുക്കേണ്ട കാര്യമില്ല എന്ന് റെയിൽവേ മന്ത്രാലയത്തോട് പറയുകയും ആ റിപ്പോർട്ട് പൂർണ്ണമായും റെയിൽവേ മന്ത്രാലയം അംഗീകരിക്കുകയും ചെയ്തു. അത് രാജ്യത്തെ എല്ലാ സോണൽ ഓഫീസർമാർക്കും സർക്കുലറായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്തൊരു പ്രശ്നം വന്നത്, ഇതുവരെ ലോക്കോ പൈലറ്റുമാർ സിംഗിൾ ലൈൻ വരുന്ന സമയത്ത് കുറച്ച് സമയം ട്രെയിൻ പിടിച്ചിടുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുകയും ബാത്റൂമിൽ പോവുകയും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിലാണ് AI സംവിധാനമുള്ള ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമറ മിക്ക ട്രെയിനുകളിലും ഇവരുടെ പൈലറ്റുമാരിരിക്കുന്ന സ്ഥലത്ത് വെക്കാൻ തുടങ്ങിയത്. ഈ ക്യാമറ വെക്കുന്നതിൻ്റെ ഒരു പ്രശ്നം, 30% അവർ ഇടതുവശത്തേക്കോ വലതുവശത്തേക്കോ പോയാൽ AI അലാറം അടിക്കും. അതിനകത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ AI അലാറം അടിക്കും. എന്ന് മാത്രമല്ല, അലാറം അടിച്ചിട്ടും ഇവരിപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എമർജൻസി ആയി ട്രെയിൻ തന്നെ നിന്നു പോകുന്ന ഒരു അവസ്ഥ വരും. ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇടവേള വേണം എന്ന ആവശ്യം അവർ നിർബന്ധമായി വേണമെന്ന് സംഘടനകളൊക്കെ റെയിൽവേ മന്ത്രാലയത്തോട് മുന്നോട്ട് വെച്ചത്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള ഒരു മാനുഷിക ബുദ്ധിമുട്ട്. ഭക്ഷണം 6 to 8 മണിക്കൂറായിരിക്കും അവർ ഒരേ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരേ സമയം ജോലി എടുക്കേണ്ടി വരിക. ആ സമയത്ത് ഭക്ഷണവും ടോയ്ലറ്റിൽ പോകാനും പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം വനിതകൾക്കടക്കമുണ്ട്. വനിതകൾ എന്ന് പറയുമ്പോൾ അവർ പ്രഗ്നൻസി സമയത്ത് പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് അവരുടെ അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നത്. ക്യാരിയിങ് ആയ ആളുകൾ ജോലിക്ക് വരുമ്പോൾ അവർക്കും ഈ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതാണ്. ഒപ്പം ലോക്കോ പൈലറ്റുമാർക്ക് സഹായിക്കാനുണ്ടായിരുന്നത് കോ പൈലറ്റുമാർ ഏതാണ്ട് 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു. അപ്പോൾ അത് അവർക്കൊരു ആശ്വാസമായിരുന്നു. അത് മാറ്റി 2 വർഷം മാത്രം എക്സ്പീരിയൻസ് ഉള്ളവരെ കോ പൈലറ്റുമാരായി വെക്കാനുള്ള ഒരു തീരുമാനം, അങ്ങേയറ്റം ലോക്കോ പൈലറ്റുമാരെ എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു തീരുമാനം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം എടുത്തിരിക്കുന്നു. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. ലോക്കോ പൈലറ്റുമാരുടെ സമ്മർദ്ദം ഇനിയും കൂട്ടും. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇടവേളയില്ല. അവരെ സംബന്ധിച്ച് ടോയ്ലറ്റിൽ പോകാനുള്ള കൃത്യമായ ഇടവേളകളില്ല. AI ക്യാമറ വരുന്നതോടുകൂടി അവർ വീണ്ടും സർവൈലൻസിലാകും എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക. റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.